വെൽക്കം ബാക്ക് ടു എസാഫാബ്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ കോട്ട ഡോറിയ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ട ഡോറിയ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് ടോപ്പും ദുപ്പട്ടയും കോട്ട ഡോറിയ വന്നിട്ട് കോട്ടൺ ബോട്ടം ആയിട്ട് വരുന്ന സെറ്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വോളിയം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് പെട്ടെന്ന് തന്നെ ഓൺലൈൻ ത്രൂ ഓർഡർ ചെയ്തോളുക. വാട്സപ്പിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലേക്ക് കൊടുത്തിരിക്കുന്ന നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര റെസ്പോൺസാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര സന്തോഷം. എനിക്ക് അത്രയധികം ഓർഡേഴ്സ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആൻഡ് ഇനിയും ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. റണ്ണിങ് മെറ്റീരിയലായിട്ടും അതുപോലെ തന്നെ സ്യൂട്ട് സെറ്റ്സ് ആയിട്ടും ഒക്കെ അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു കൊടുക്കാം. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇത്. ഈ കോട്ടയുടെ ഫാബ്രിക് ഉണ്ടല്ലോ, ഇത് ഭയങ്കര തിൻ ഫാബ്രിക് ആണ്. എന്ന് വെച്ചാൽ കോട്ട മറ്റേ സ്റ്റിഫ് ആയിട്ടുള്ള കോട്ടയല്ല, ഇത് തിന്നായിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ലൈനിങ്, ക്രേപ്പിൻ്റെ ലൈനിങ് ഈ ഗ്രീൻ കളർ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിന്റ് എല്ലാം എടുത്ത് നിൽക്കുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി വരിക. നല്ല രസമായിരിക്കും. ഇത് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അത്രയും നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ള സെറ്റുകളാണ്. നല്ല എലഗൻറ്റ് സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്കൊരു തോന്നുന്ന ഒരു ടൈപ്പ് സെറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രിന്റ് വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ് ഇപ്പോൾ ഈ പ്രിന്റ് വരുന്നത്. ആൻഡ് സൈഡിലായിട്ട് അതിനൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൈഡിലാണത് വരുന്നത്. ദുപ്പട്ട വരുന്നതും കോട്ട ഡോറിയ ഫാബ്രിക്കിൽ തന്നെയാണ്. സെയിം ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും പ്രിന്റ് തന്നെ വരുന്നു. 2.5 ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ, വൈറ്റും ഗ്രീനും പിങ്കും. നല്ല ഒരു റെയർ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഡെയിലി വെയർ ആയിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ഇന്ന് കുറച്ച് കളക്ഷൻ നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കോട്ട ഡോറിയാണ് ദുപ്പട്ടയും ടോപ്പും വരുന്നത്. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം ഫാബ്രിക്. ഇങ്ങനെയാണ് ഫുൾ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. അടുത്തത് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക്. ഇതാ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ആൻഡ് ഇൻഡിഗോ ബ്ലൂ. ഇത് ലൈനിങ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാവും കാണാൻ. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പീസാണ്. ദുപ്പട്ട വരുന്നത് സെയിം കോട്ട ഡോറിയ ഫാബ്രിക്കിൽ. ബോട്ടത്തിൻ്റെയും ദുപ്പട്ടയുടെ ടോപ്പിൻ്റെയും സെയിം കളർ ഡിസൈനിൽ കളർ കോമ്പിനേഷനിൽ വരുന്നു. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ബോട്ടം വരുന്നത് ഇൻഡിഗോ കളറിൽ തന്നെ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നു. ആൻഡ് ബോട്ടമിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ഓൾസോ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളർ ഫാബ്രിക്കിലേക്ക്. ഇതാ ഗ്രീൻ ആൻഡ് റെഡ് കളറിലുള്ള പ്രിന്റുകളാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഡോറിയ ഫാബ്രിക് ആണ്. ദുപ്പട്ട വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള പ്രിന്റ്. ലൈനിങ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആവട്ടെ ഇത് കാണാൻ. ബോട്ടം വരുന്നത് വൈറ്റ് കളർ ഫാബ്രിക്കിൽ പാരറ്റ് ഗ്രീൻ കളറിലുള്ള പ്രിന്റുകളാണ് പോകുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ട് ഇതിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. ഈ കളറിന് ഭയങ്കര ഭംഗിയുള്ളൊരു ബ്ലഡ് റെഡ് കളറാണ്. ഇതിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം പ്രിന്റ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. പ്രിന്റ് ഞാൻ അത്ര ഓർക്കുന്നില്ല, വേറെ പ്രിന്റാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. നല്ല രസമുള്ള ബ്ലഡ് റെഡ് കളറാണ്. ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ ഓൾ ഓവർ പ്രിന്റ് വരുന്ന ദുപ്പട്ട. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഹാഫ് പോർഷൻ ടോപ്പിന്റെ പ്രിന്റും ഹാഫ് പോർഷൻ വേറെ പ്രിന്റും അങ്ങനെയായിരുന്നു ലാസ്റ്റ് ടൈമും. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ആ സൈഡിൽ നല്ല ഗോൾഡൻ സെറി വർക്കും അതെല്ലാത്തിലും ഉണ്ട് കേട്ടോ. ദുപ്പട്ടയിൽ ഗോൾഡൻ സെറി വർക്കും ഉണ്ട്. ടാസൽസും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറിലേക്ക്. ബോട്ടം വരുന്നത് റെഡ് കളർ ഫാബ്രിക്കിൽ തന്നെ ബ്ലാക്ക് കളറിലുള്ള പ്രിന്റുകളാണ് പോകുന്നത്. ഇങ്ങനെ വരുന്ന ഫുൾ സെറ്റ്. പ്രൈസ് വരുന്നത് 1399. നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു വൈറ്റ് കളർ ഫാബ്രിക്കിലേക്ക്.
ഇതാ പിങ്ക് ആൻഡ് യെല്ലോ ഷെയ്ഡിലുള്ള പ്രിന്റ്. ഈ പിങ്കും യെല്ലോ പ്രിന്റ് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ കുറച്ച് യെല്ലോസിന്റെ കുറെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പീസസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വരുന്നു. ഇത് ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കും ഇതിന്റെ ഭംഗി വരുന്നത്. അപ്പൊ നിങ്ങൾ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ തന്നെ ക്യാമറയിൽ കണ്ട കളറില്ലാന്ന് പറയരുത്. കാരണം ഇത് ലൈനിങ്, ഞാൻ എപ്പോഴും പറയുന്നു, ലൈനിങ് ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗി. കാരണം ഇത് കനം കുറഞ്ഞ മെറ്റീരിയൽ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട. നല്ല രസമുള്ള പ്രിന്റ് ദുപ്പട്ടയിൽ കണ്ടോ. ഫ്ലോറൽ പ്രിന്റ് ആണ്, നല്ലൊരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്രിന്റ് ഇത്. ബോട്ടം വരുന്നത് സെയിം വൈറ്റ് കളർ ഫാബ്രിക്കിൽ തന്നെ ഒരു മസ്റ്റാർഡ് ആൻഡ് പിങ്ക് കളറിലുള്ള പ്രിന്റ് ബോട്ടം ഫാബ്രിക്. ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. നമ്മുടെ പഴയ നാരങ്ങ മിഠായിയുടെ കളർ, നല്ല രസമുള്ള ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ. അതാ ഫ്രണ്ടും ബാക്കും എല്ലാം ഇങ്ങനത്തെ പ്രിന്റ് ആട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഡബിൾ കളർ കോമ്പിനേഷനിലാണ്. ഇങ്ങനെയാണ് ദുപ്പട്ട. ഇത് വരുന്ന ഒരു ബർഗണ്ടി ടോണാണ്. ഒരു മറൂണും വൈൻ റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ബർഗണ്ടി കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലേക്കാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ബോട്ടം വരുന്നത് ബർഗണ്ടി, ഒരു മറൂൺ, റെഡിഷ് മറൂൺ എന്ന് പറയാം. മറൂൺ അല്ല, ഒരു വൈനും മറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. പ്രൈസ് വരുന്നത് 1399. അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡാണ്, നല്ലൊരു ബേബി പിങ്ക് ടോണിലേക്ക് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിലുള്ള മറൂൺ ആൻഡ് വൈറ്റ് കളറിലേക്കുള്ള പ്രിന്റ് ആണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഇങ്ങനത്തെ പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ലവേഴ്സിനുള്ള പിങ്ക്. ഇതാ വൈറ്റ് ആൻഡ് പിങ്ക് പറയേണ്ട കാര്യമില്ല. വൈറ്റ് കളർ ഫാബ്രിക്കിൽ ഇതാ പിങ്ക് കളറിലുള്ള പിങ്ക് ആൻഡ് ഒരു മറൂൺ ഷെയ്ഡിലുള്ള പ്രിന്റ് പോകുന്നു. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ്. കോട്ടാഡോറിയ ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ, വൈറ്റ് കളർ ഫാബ്രിക്കിൽ ഇതാ ഇങ്ങനത്തെ പ്രിന്റ് പോകുന്നു. ഇങ്ങനെയാണ് സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. അടുത്തത് വരുന്നത് യെല്ലോ ആൻഡ് ഓറഞ്ച് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് ഗ്രേ ആൻഡ് വൈറ്റ് യെല്ലോ ഷെയ്ഡിലൊക്കെയുള്ള പ്രിന്റ് പോകുന്നു. ഗ്രേ ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ കളറും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം പ്രിന്റ് വരുന്നു. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ. ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗി. വൈറ്റ് കളർ ഫാബ്രിക്കിൽ ഇതിന്റെ സൈഡിൽ ഈ കാണുന്ന കളറാണ് കേട്ടോ. ഇതിന്റെ എക്സാക്ട് ഈ ബോർഡറിൽ കാണുന്നൊരു കളർ ഉണ്ടോ, ആ കളറാണ് ഇതിന്റെ കളർ വരുന്നത്. വൈറ്റ് കളറിൽ നല്ല രസമുള്ള ദുപ്പട്ട. എന്ത് ഡിസൈനാ ഇത്, തെങ്ങിന്റെ ഡിസൈനോ അങ്ങനെ എന്തോ, നല്ല രസമുണ്ട് പ്രിന്റ് കാണാൻ. ഇതായിരുന്നു നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ. യെല്ലോയും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള ഷെയ്ഡും വൈറ്റും ഗ്രേയും എല്ലാം കൂടെ നല്ല രസമുണ്ട്. ബോട്ടം വരുന്നതാ വൈറ്റ് ആൻഡ് ഗ്രേ. ഇങ്ങനെ വരുന്നു ബോട്ടം. ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് ഇതാ ബേജ് കളറിലുള്ള പ്രിന്റ് പോകുന്നു. ചെറിയ പ്രിന്റ് ഇഷ്ടമുള്ളവർക്ക് ഇതാ ബ്ലാക്ക് കളർ. ഇത് ലൈനിങ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് ഔട്ടോ. അത് നരച്ച ബ്ലാക്കോ അങ്ങനെയൊന്നും അല്ല. ഇത് നമുക്ക് സിംഗിൾ ലെയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യെങ്കിലും ലൈനിങ്ങും ഇത് വരുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ഔട്ടോ. അത് എല്ലാ കളേഴ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ളൊരു ബോർഡറിൽ നല്ല യെല്ലോ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഒരു വെറൈറ്റി കളർ കോമ്പിനേഷനും നമ്മൾ സ്ഥിരം കാണുന്ന പ്രിന്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ്. ബോട്ടം വരുന്നത് ബോട്ടം നല്ല രസമുള്ള പ്രിന്റ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ജാൽ ഡിസൈൻ പോലെ പോകുന്നു.
താഴെയായിട്ടൊരു കുഞ്ഞ് ബോർഡറും ഉണ്ട്. ഇങ്ങനെയാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. പ്രൈസ് വരുന്നത് 1399. നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളറാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സ്ക്രീൻഷോട്ടും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡ്. ഇത് ആ സെയിം പ്രിന്റ് ആയിരുന്നോ എന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. നമ്മൾ കുറേ ഇങ്ങനത്തെ ഈ പ്രിന്റ് ചെയ്യുന്നതുകൊണ്ട് പ്രിന്റ് ഓർത്തിരിക്കുകയല്ല. ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പിങ്ക്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലേക്കൊക്കെ വരുന്ന പ്രിന്റുകൾ വരുന്നു. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇത് ലാസ്റ്റ് ടൈമിലെ പ്രിന്റ് അല്ല കേട്ടോ, ഡിഫറെന്റ് പ്രിന്റ് ആണ്. ദുപ്പട്ട കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രിന്റ് വരുന്നത് എങ്ങനെയാണ്, ലീഫ് ഡിസൈൻ പോലെയൊക്കെ പോകുന്നു. പിങ്കും വൈറ്റും പാരറ്റ് ഗ്രീൻ കളറുള്ള കോമ്പിനേഷനാണ്. ദുപ്പട്ട നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ബോട്ടം വരുന്നത് വൈറ്റ് കളറിൽ പാരറ്റ് ഗ്രീൻ കളറിലുള്ള പ്രിന്റ്. ഇങ്ങനെയാണ് ബോട്ടം. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. ഇത് വരുന്ന ഒരു കഷിഷ് കളറാണ്. ഈ ഒരു പ്രിന്റിന്റെ ഓഷ്യൻ ബ്ലൂ, ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റണ്ണിങ് മെറ്റീരിയലും സ്യൂട്ട് സെറ്റ്സും ആയിട്ടൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. ഇത് വരുന്ന കഷിഷ് കളറിലേക്ക് വന്നിട്ട് ഇങ്ങനത്തെ വലിയ പ്രിന്റ്, ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് സെയിം ടോപ്പിന്റെയും ബോട്ടമിന്റെയും പ്രിന്റിലാണ്. ഇത് കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടുള്ള ഡോറിയാണ്, കോട്ട ഡോറിയാണ്. പക്ഷെ ഇത് ഉടയൂട്ടോ, നമ്മൾ രണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് പ്രിന്റ്. ഒരു 6 ആഗ് ഡിസൈൻ പോലെ ഇങ്ങനെ പോകുന്നു. ആൻഡ് ഒരു ബോർഡർ ഉണ്ട്, താഴെ ബോർഡർ. നമുക്ക് വേണമെങ്കിൽ പെൻസിൽ ബോട്ടം അടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ബോർഡർ പോലെ കൊടുക്കാനും പറ്റും. പ്രൈസ് വരുന്നത് 1399. നെക്സ്റ്റ് ആണ് വരുന്നത് ദാബു പ്രിന്റിൽ വരുന്നതാണ്. ഇത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. നല്ല രസമുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ. ഇത് ലൈനിങ് ഇട്ടപ്പോഴത്തേക്കും അടിപൊളിയാവും കേട്ടോ. പക്ഷേ ഇത് 2.30 ഉള്ളൂ ടോപ്പ് ഫാബ്രിക് വരുന്നത്. 2.30 മതിയാവും. 2.25 മീറ്റർ മതിയാവുന്നവർ മാത്രമാണ് ഇത് എടുക്കാവുള്ളൂ. 2.5 വേണ്ടവർ എടുക്കണ്ട. 2.30 ആണ് കേട്ടോ ടോട്ടൽ ടോപ്പിന്റെ ഫാബ്രിക് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് അത്രയും മതിയായിട്ടുള്ളവർക്ക് എടുക്കാതെ. ദുപ്പട്ട വരുന്നത് സെയിം കളർ കോമ്പിനേഷൻ, ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും പ്രിന്റുമാണ് കേട്ടോ. ബോട്ടം വരുന്നത് ഓഫ് വൈറ്റ് കളർ ഫാബ്രിക്കിലേക്ക് ബ്ലാക്ക് കളറിലുള്ള പ്രിന്റ് വരുന്നു. ആൻഡ് താഴെയായിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ ബോർഡർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയാക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പെൻസിൽ പാൻറ് അടിക്കുമ്പോൾ താഴെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും, അതൊരു ബോർഡർ പോലെ. ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത് 1399. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ട നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഇതുപോലത്തെ ഒരുപാട് പ്രിന്റും ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇനി കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് മോസ്റ്റ്ലി വെനസ്ഡേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.